എന്താ കഥ? നമ്മുടെ ഗ്രൂപ്പിലെ 2, 3 അമ്മമാര് കുറേ ദിവസമായിട്ട് അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. എന്നാ പറയാ, എന്നാ പറയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ 3 ആളുടേത് പറയാന്ന് വിചാരിച്ചു. അപ്പം വേഗം ആദ്യം തന്നെ നല്ല രസമുള്ള ഒരു അനുഭവമാണ് പാൽപ്പായസത്തിന്റെ മാധുര്യമുള്ള ഒരു അനുഭവം പറയട്ടെ. ഹിതയാണേ. ഞാൻ ഹിത. ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ത്രിമധുരം ഗ്രൂപ്പിൽ തന്നെ. കണ്ണന്റെ ലീലാവിലാസങ്ങൾ നമ്മൾക്ക് എന്നും അത്ഭുതവും സന്തോഷവും പകരുന്നതാണ്. നമ്മൾ മനസ്സിൽ കുന്നിക്കുരുവോളം ആഗ്രഹിച്ചപ്പോൾ മലയോളം കിട്ടുക എന്നത് അതിലും ആനന്ദം തന്നെ. ശ്രീകാന്തിന്റെ ശബ്ദം കൂടിയാവുമ്പോൾ പിന്നെ പറയാൻ വാക്കുകളില്ല. ഇനി എൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ആയില്യ പൂജയ്ക്ക് ഞങ്ങൾ തറവാട്ടമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ചേച്ചിയും മകളും ഞാനും ആണ് പോയത്. പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഗുരുവായൂർ പാൽപ്പായസത്തെക്കുറിച്ച് പറഞ്ഞു. ഇതുവരെ ഇത്രയും ആഗ്രഹം തോന്നിയില്ല. ഇപ്പൊ കുടിക്കണമെന്ന് തോന്നല്. ഇനി പോകുമ്പോൾ ആവാന്ന് കരുതി സമാധാനിച്ചു. ആഗ്രഹം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ കേട്ടോ. അമ്പലത്തിൽ പോയി തിരിച്ച് ഹോട്ടലിൽ വന്ന് ഞാൻ കണ്ടത്, ഞങ്ങൾക്ക് ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ നടത്താണേ, 2 ലിറ്ററിലധികമുള്ള പാൽപ്പായസം. ഗുരുവായൂരപ്പന്റെ അല്ല കേട്ടോ, അവിടെ താണിക്കുട അമ്പലത്തിൽ നിന്ന് അനിയന്മാരാരുടെ മകൻ മനോജ് മാരാര് കൊണ്ട് തന്നതാണ്. സന്തോഷം കൊണ്ട് പായസം ഞാൻ വേഗം കുടിച്ചു. കണ്ണന്റെ ഒരു കാര്യം, പാൽപ്പായസം ആഗ്രഹിച്ച് കൊണ്ട് തന്നില്ലേ എന്ന് കരുതി എന്റെ ആഗ്രഹം ഭർത്താവിനോട് പറഞ്ഞില്ല കേട്ടോ. വീട്ടിൽ തിരിച്ചെത്തി എല്ലാവർക്കും പായസം കൊടുത്തു. സന്തോഷം. രാത്രി ഹോട്ടൽ അടച്ചു വന്ന എന്റെ ഭർത്താവ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്കൊരു സമ്മാനമുണ്ട് വേണോന്ന്. ഞാൻ നോക്കിയപ്പോൾ അതാ ഒരു കവറിൽ കുറച്ച് പാൽപ്പായസം. ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയാ, ആരാണെന്നറിയില്ല, ഒരു പോലീസുകാരനും ഭാര്യയും ഭക്ഷണം കഴിക്കാൻ വന്നു. അവര് അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണ്. അമ്പലപ്പുഴ പാൽപ്പായസം വേണോ എന്ന് ചോദിച്ചു. ഞാൻ കവറിൽ കുറച്ച് വാങ്ങിയെന്ന്. ഞാൻ അവിടെ കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു. കയ്യിൽ വാങ്ങിക്കുടിച്ചപ്പോൾ കണ്ണുനീര് വരുന്നത് ഞാൻ അറിഞ്ഞു. ഇതുവരെ കഴിക്കാൻ സാധിക്കാത്ത അമ്പലപ്പുഴ പാൽപ്പായസം തന്നെ കൊടുത്തുവിട്ട കണ്ണന്റെ ലീലകള്. ചേട്ടന്റെ വിചാരം ആളാണ് കൊണ്ടു തന്നത് എന്നാണ്. കൊടുത്തുവിട്ടത് സാക്ഷാൽ കണ്ണനാണെന്ന് നമുക്കല്ലേ അറിയൂ. ഓരോ അനുഭവം തരുമ്പോഴും കണ്ണ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് മാത്രം എനിക്കറിയില്ല. എന്റെ ഗുരുവായൂരപ്പ കൂടെ തന്നെ ഉണ്ടാവണേ. സർവം കൃഷ്ണാർപ്പണമസ്തു. എന്താ പറയേണ്ടത്? ഹിജ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാൽപ്പായസത്തിൻ്റെ ആ ഒരു രുചി കണ്ണുനീരിലൂടെ നമ്മൾ ആസ്വദിച്ചു അല്ലേ. പാൽപ്പായസം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനറിയും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ വളരെ നല്ല മനസ്സോടെ ആയിരിക്കണം ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്താ കഥ? നല്ലൊരു സുഖമുള്ള ദിവസം തുടങ്ങി ഈ അനുഭവത്തിലൂടെ. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഫേസ്ബുക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ. ഹരേ കൃഷ്ണ.